ഇ.പി. ജയരാജൻ എന്തെങ്കിലും വില ഉണ്ടാവുമല്ലോ അല്ലേ? നീ ഐ വിൽ ഗോ വിത്ത് BJP എന്നുള്ളത് മാത്രമേ കൈരളി കാണത്തുള്ളൂ. എന്റെ വീട്ടിലൊരു നല്ല സുന്ദരം പട്ടിയുണ്ട്, ബ്രൂണോ, അവൻ പോലും BJP-യിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ കൈരളി കാണത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൈരളി. ഇത് മുന്നണി കൺവീനർ പോകാൻ നിൽക്കുക, മുന്നണി കൺവീനർ പോകാൻ നിൽക്കുകയാണ്. ഈ PA 12 വർഷക്കാലം മുമ്പ് എന്റെ പൊന്നു സഹോദര 12. ശരി എങ്കിൽ താങ്കൾ മറുപടി പറയൂ. എന്റെ ചോദ്യം ഇതായിരുന്നല്ലോ. എന്റെ എന്താ അതിന്റെ മറുപടി? ഇ.പി. ജയരാജൻ പറഞ്ഞത് ഞാൻ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ഒരു വാചകമെങ്കിലും നിങ്ങൾ ഈ അവസരത്തിനൊത്ത് മാറ്റല്ലേ. ഞാൻ ഈ മാധ്യമ സമ്മേളനം തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ബാക്കി മാധ്യമ പ്രവർത്തകരിക്കല്ലേ, ഞാൻ എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാറിനെ പറ്റി ഞാൻ എന്താ പറഞ്ഞത്? താങ്കൾ ബാക്കിയുള്ളവരോട് ചോദിക്കൂ. ഞാൻ ദല്ലാൽ നന്ദകുമാർ പറയുന്ന ഒരു വാചകത്തെ പോലും ഓൺ ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടല്ലേ എനിക്ക് വേണമെങ്കിൽ ഇ.പി. ജയരാജൻ. ഇന്ന് ദല്ലാൽ നന്ദകുമാർ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇ.പി. ജയരാജൻ ചർച്ച നടത്തിയതെന്ന് പറഞ്ഞു. പിണറായി വിജയൻ 20ഓളം തവണ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതുവല്ലോ ക്യാരി ചെയ്തു. ദല്ലാൽ നന്ദകുമാറിനെ അല്ല ഞാൻ ക്യാരി ചെയ്തത്. എനിക്ക് ഇ.പി. ജയരാജൻ എന്ന കേരളത്തിന്റെ ഇടതുപക്ഷ മുന്നണി കൺവീനർ, കേരളത്തിന്റെ NDA കൺവീനർ, ആ NDA കൺവീനറിന്റെ വാചകത്തെ ഞാൻ വിശ്വാസത്തിൽ എടുക്കേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചേർത്തേക്കാം. ഇ.പി. ജയരാജൻ ഇ.പി. അല്ലേ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ ഞാൻ ഇവിടെ വെച്ചാൽ വിഷയം വിട്ടു. എനിക്കെതിരായിട്ടൊരു FIR ഉണ്ടോ? ഇനി ഏതെങ്കിലും കേസ് അന്വേഷിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന 6 മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും കേരള പോലീസ് ഒരു തരത്തിലുള്ള ഫേവർ എനിക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ. വേറെ ആർക്ക് ചെയ്താലും കേരള പോലീസ്, പിണറായി വിജയന്റെ പോലീസ് ഒരു തരത്തിലുള്ള ഫേവർ എനിക്ക് ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ അവർക്ക് അന്വേഷിച്ചൂടെ? ഞാൻ അതിനെ പ്രതിരോധിച്ചോ? ഞാൻ പ്രതിരോധിച്ചല്ലോ. നിങ്ങൾ അന്വേഷിക്കും. അങ്ങേക്ക് ഇതുവരെ വിശദീകരിക്കാൻ പറ്റില്ല. എന്താ കൈരളി ചർച്ച നടത്താത്തത്? അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. കൈരളി എന്താ ചർച്ച നടത്താത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. എന്ത് ചോദ്യം? എന്ത് മറുപടി? ഇ.പി. ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. ശരി, നിങ്ങൾ ക്രോസ് വെക്ക്. നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു അസംബന്ധ ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച വെക്ക്. നിങ്ങൾ വെക്ക്. ഇ.പി. ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. ഇ.പി. ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഞാനൊരു 10-16 വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരണ്ടിട്ടില്ല. പിന്നല്ലേ 10-18 വയസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 10-18 വർഷമായിട്ട് അങ്ങനൊന്നും വരട്ടണ്ട. കൈവച്ചിരുന്നാ മതി. വരട്ടണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ പൊന്നു സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങൾ ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂട്ട് നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ? അല്ലല്ല, ഞാൻ തീർക്കട്ടെ. ചെറ്റത്തരം നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാന്യമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ. ഞാൻ അങ്ങയോട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ?
ഞാൻ അങ്ങോട്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ? അങ്ങ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരമാണ്, മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്ത് പ്രകോപനം ഞാൻ ഉണ്ടാക്കിയത്? അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത്, അങ്ങാണ് കുറെ നേരമായിട്ട് വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വിരട്ടലൊക്കെ 8 മടക്കി കൈ വെച്ചാൽ മതി. പത്തനംതിട്ടയിൽ വലിയ വിജയം.